പിന്നെ അത് മാത്രമല്ല കോട്ടൺ ബെഡ്ഷീറ്റിന്റെ മേലെ നമ്മൾ ഇടണം. കാരണം ഇങ്ങനെ ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ഫുള്ള് മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോട്ടൺ ബെഡ്ഷീറ്റ് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബെഡ്ഷീറ്റ് എന്തിനാ ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ വേർപ്പ്, പിന്നെ കുറെ ആൾക്കാർക്ക് കാലില് വെടിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാബ്രിക് ഡാമേജ് ആകാം. ഇത് എക്സ്പെൻസീവ് മാട്രസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ഡ്യൂറബിൾ ആയി ഇരിക്കണമെന്ന് വേണ്ടി ഈ മാട്രസിന്റെ മുകളിൽ ഒരു വലിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് നല്ലതാണ്. അത് ഏത് സൈസിൽ വേണമെങ്കിലും വിരിച്ചോളാം. പിന്നെ ഇതിന്റെ അകത്ത് ഫുൾ ആയിട്ട് മാഗ്നറ്റ്സ് ആണ്. പിന്നെ ഇത് അഡ്വാൻസ് ടെക്നോളജിയുടെ നാനോ ബയോടെക്നിക് മാഗ്നറ്റ്സ്. സോ ഇതിന്റെ അകത്തുള്ള എല്ലാ മാഗ്നറ്റ്സും ഈ പില്ലോസിന്റെ അകത്ത് മാഗ്നറ്റ്സ് ഉണ്ട്. ഈ പില്ലോയിൽ തല വെച്ച് നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉറങ്ങിക്കൊള്ളാം. കാരണം ഞങ്ങൾ ഇത് സയന്റിഫിക് ബേസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നോർത്ത് പോളും അതിന്റെ മുകളിൽ സൗത്ത് പോളും. നോർത്ത് പോളും സൗത്ത് പോളും ഞങ്ങൾ ഇത് സയന്റിഫിക് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ ഫുൾ ആൻഡ് പുഷ് രീതിയിൽ പണിയെടുക്കാൻ തുടങ്ങും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് 95% ഉറക്കത്തിലായിരിക്കും. ഹയസ്റ്റ് ഓക്സിജൻ നമുക്ക് വേണ്ടത് രാത്രി ഉറങ്ങുമ്പോഴാണ്. ഇതിന് മുകളിൽ ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ് ആകും. അത് കാരണം കൊണ്ട് നമ്മുടെ ഓക്സിജൻ പെർസെന്റേജ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകും. പിന്നെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. പിന്നെ ബോഡിയും ഹെൽത്തി ആയിരിക്കും. നല്ല ഉറക്കവും വരും. നമ്മുടെ ഓർഗൻ പാർട്സും ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ ഒരു വലിയ മാട്രസിൽ നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ എങ്ങനെ കിടന്നാലും സാരമില്ല. നിങ്ങളുടെ ടെക്നോളജീസ് യൂസ് ചെയ്തോളൂ. നോ പ്രോബ്ലം. അതുപോലെ ഈ മാറ്റേഴ്സിൽ സിംഗിൾ സൈസ് ഉണ്ടാകും, ഡബിൾ സൈസ് ഉണ്ടാകും. അതെ, സിംഗിൾ സൈസ് ആണെങ്കിൽ 3/6, പിന്നെ ഡബിൾ ആണെങ്കിൽ 5.6 സൈസ് വരും. പ്രീമിയം ക്വാളിറ്റിക്കും റെഗുലർ ക്വാളിറ്റിക്കും പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും. ഞങ്ങൾ പ്രീമിയം ക്വാളിറ്റിയെ സജസ്റ്റ് ചെയ്യും. കാരണം അതിന്റെ ഫാബ്രിക് എക്സ്ട്രാordinary ആയിരിക്കും, വെരി എക്സ്പെൻസീവ്. എന്നാലും ഞങ്ങൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും, സൈസും വലുതായിരിക്കും, പവറും കൂടുതലായിരിക്കും. അതായത് റെഗുലറെ കാട്ടിലും ഈ മാട്രസ് വളരെ പവർഫുൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു 2500 എക്സ്ട്രാ ചെലവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പൊ ഞാൻ തീർച്ചയായും പ്രീമിയം ക്വാളിറ്റിയെ മേടിക്കാൻ പറയൂ. വൈ ടു കോംപ്രമൈസ്? നമ്മുടെ ശരീരത്തിന് വേണ്ടി മേടിക്കുകയാണ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മേടിക്കുകയാണ്. പിന്നെ ഇതിലൊരു റെഗുലർ ക്വാളിറ്റി ഉണ്ട്. അത് നിങ്ങൾ പോയി റെഗുലർ ക്വാളിറ്റി കൊണ്ടുവരും. ഇത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാട്രസിന്റെ മുകളിൽ വിരിച്ചേക്ക്. വേറെ ഒന്നും ചെയ്യണ്ട. ഇതിന്റെ തിക്നെസ് നോക്കൂ. പിന്നെ ഇത് ബെഡിംഗ് ഫാബ്രിക്. ഇതിൽ ഞങ്ങളുടെ ബൈറ്റോറിയം ഫാബ്രിക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതായാലും, അതായത് ഞാൻ വെറും ഡെമോക്ക് വേണ്ടി കാണിച്ചത്. പിന്നെ നിങ്ങൾ ഇതിന്റെ മുകളിൽ തീർച്ചയായിട്ടും ബെഡ്ഷീറ്റ് വിരിച്ചാകണം. അതേ നോക്കൂ, ഞങ്ങളുടെ ബ്രാൻഡിങ്ങിന്റെ സ്റ്റിക്കർ ഉണ്ട്. നിങ്ങൾ എങ്ങനെ മാറ്റിയിട്ടാലും ഒരു കുഴപ്പമില്ല. തിരിച്ചുവിടാൻ നേരായിട്ടിടാൻ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങൾ ഇതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് മാത്രം വിരിക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്ന പോലെ ഇതിന്റെ മുകളിൽ ഉറങ്ങിയാൽ മതി. മാഗ്നറ്റ് അതിന്റെ ജോലി ചെയ്തോളൂ. നിങ്ങൾ സമാധാനിച്ച് ഉറങ്ങാം, ഒരു പ്രശ്നവും ഇല്ല. ഇതിൽ മാഗ്നറ്റ് കാണാനില്ലല്ലോ. അങ്ങനെ തൊട്ടാ മനസ്സിലാക്കാൻ സാധ്യതയില്ല. ഇതിന്റെ അകത്തുള്ള കോട്ടന്റെ അകത്തായിരിക്കുന്നത്. പിന്നെ ഇതിൽ ചെറിയ ബയോ നാനോ ടെക്നോളജി മാഗ്നറ്റ് ഉണ്ടാകും. തൊട്ടാ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇതിന്റെ കൂടെ ഞങ്ങളൊരു മാഗ്നറ്റ് സാമ്പിൾ തരും. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അകത്തുള്ള മാഗ്നറ്റ് പുറത്തുള്ള മാഗ്നറ്റിനെ വലിക്കും. ആദ്യം ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. എല്ലാ മാട്രസിന്റെ കൂടെയും ഞങ്ങൾ ഒരു മാഗ്നറ്റ് തന്നിരിക്കും. അത് നിങ്ങൾ വെച്ച് ചെക്ക് ചെയ്തോളാം. എണ്ണാനും പറ്റും. ഒരു നൈറ്റ് എണ്ണാൻ പറ്റും. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നറ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നന്നായിട്ട് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു മാഗ്നറ്റ് തരാം. പക്ഷെ എന്റെ അടുത്ത് ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാഗ്നറ്റോമീറ്റർ, മാഗ്നറ്റിക് കോസ്മീറ്റർ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ വരും. അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ ഇതിൽ വെച്ച് നോക്കൂ. ഇത് കണ്ടോ? ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഇതിനെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഇത് ഫുൾ ഫ്രീക്വൻസി കാണിക്കും. ചിലപ്പോ ഈ മാട്രസിനെ ഞാൻ നീക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും കാണിക്കില്ല. ഇത് കണ്ടോ? ഇൻക്രീസ് ആയിക്കൊണ്ട് പോവാണ്. തീർച്ചയായും വെരി സയന്റിഫിക്. തീർച്ചയായും ഇതുവഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഞാൻ ഇത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് അറിയാൻ വഴിയില്ല. ഇപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്ത് മാഗ്നറ്റ് ഉണ്ടോ അത് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ഞാൻ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ വീണ്ടും മാഗ്നറ്റിക് ഫ്രീക്വൻസി കാണിക്കും. നോക്കൂ, ഡിഫറൻസ് കാണാൻ പറ്റും. ആപ്പ് വഴിയെ ഇതിൽ എത്ര മാഗ്നറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു മാഗ്നറ്റ് സാമ്പിളും തരും. അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഈ മാട്രസിൽ ഉറങ്ങാൻ പറ്റും. കാരണം ഉറങ്ങുമ്പോൾ നമുക്ക് ഹയസ്റ്റ് ഓക്സിജൻ ആവശ്യമാണ്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് എത്രയുണ്ടോ അത് എല്ലാം ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്ത് ബോഡി ഓക്സിജനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അവർക്കും ഈ പ്രോഡക്റ്റിന് നിങ്ങൾ റെഫർ ചെയ്യണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യവും ക്ലിയർ ആയല്ലോ? തീർച്ചയായും സാർ, എനിക്ക് എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി. പക്ഷേ എനിക്കിവിടെ വന്ന് നോക്കിയപ്പോ ഇറ്റ്സ് റിയലി മാജിക്. മാഗ്നറ്റിന്റെ മാജിക് എന്താണെന്ന് മനസ്സിലായി. ഇതിന് നമ്മൾക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ ഇത് വാഷ് ചെയ്യാനേ പാടില്ല. കാരണം ഇതിന്റെ അകത്ത് മാട്രസ് പാഡ് ഉണ്ടാകും. മാട്രസ് പാഡിനെ വാഷ് ചെയ്യാനേ പാടില്ല. ഇന്ത്യയിൽ മാക്സിമം വെയിലിന് ഒരു കുറവും ഇല്ല, എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും 2 മണിക്കൂർ വെയിലിൽ ഉണക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് ബാക്ടീരിയസോ വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നശിച്ചു പോകും. ഇത് ഞങ്ങളുടെ ഹൈജീനിക് പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരാൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കപ്പിളായിരുന്നാൽ അവർ മാത്രം ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. സാറേ, ഞാൻ സ്ലൈഡ് നടട്ടെ. സുധീർ സാറേ, സ്ലൈഡ് ഓഫ് ആയിക്കോളൂ. ഓക്കെ സാർ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും ഈ മീറ്റിംഗിൽ എത്തിയിട്ടുള്ള മുഴുവൻ ആളും സ്വാഗതം ചെയ്യുന്നു, വെൽക്കം ചെയ്യാണ്. നമ്മൾ ലോകമെമ്പാടുമുള്ള ഒടിവുള്ള സാറേ ക്ലിയർ. ലോകമെമ്പാടുമുള്ള മലയാളികൾ നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സുധീർ സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവയർനെസ് ആണ്, നമ്മൾ ആരോഗ്യത്തെ കുറിച്ചുള്ള അവയർനെസ് ആണ് ഇന്നും ഇവിടെ നടക്കുന്നത്. നമ്മൾ റെസ്പെക്റ്റഡ് മനോജ് സാർ, സുധീർ സാർ, അതുപോലെ ആർ.കെ. സാർ. അപ്പോൾ നമുക്കിന്ന് എല്ലാവരെയും ഈ മീറ്റിംഗിൽ എത്തിയിട്ടുള്ള സൗണ്ട് കുറവുണ്ട് സാറേ. ഓക്കെ, ക്ലിയർ ആണോ സാറേ? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ ഓക്കെ അപ്പോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പൊ ക്ലിയർ. ആരോഗ്യത്തെ കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇന്ന് മീറ്റിംഗിൽ നമുക്ക് സാധാരണ നമ്മളെ ഡോക്ടർ സുധീർ സാറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം അദ്ദേഹം ഒടുവിൽ നമ്മളെ ഈ മീറ്റിംഗിന്റെ ഒടുവിൽ നമുക്കുള്ള സംശയങ്ങൾ ഈ മീറ്റിംഗിൽ കയറിയിട്ടുള്ള കുറച്ച് പേർക്ക്, എല്ലാവർക്കും പറയാൻ അവസരം ഉണ്ടാവില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ച് പേർക്ക് നമുക്ക് സംശയങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം നൽകുന്നതായിരിക്കും, പുതിയ സാർ നൽകുന്നതായിരിക്കും. അത് ആ സമയത്ത് നമ്മൾ ഈ അവയർനെസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന റിസൾട്ടാണ്. കുറച്ച് പേർക്ക്, ഒരു 3-5 പേർക്ക് മാത്രമേ അവസരം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ ആഴ്ചയിലും പറയുന്ന ആൾക്കാർ റിസൾട്ട് പറയണമെന്നില്ല. മറ്റുള്ള പുതിയ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് പറയാം. അതുപോലെ അന്നേരം ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അതുപോലെ അത് കഴിഞ്ഞ് നമുക്ക് സംശയങ്ങൾക്കുള്ള ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് റൈസ് ചെയ്യാം. അന്നേരം അവർക്ക് നമ്മളെ ബഹുമാന്യനായ ഡോക്ടർ സുധീർ സാറ് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവര് എല്ലാവർക്കും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് പേര് നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ മതി. അതുപോലെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ഈ ക്ലാസ് നമ്മൾ കേൾക്കുന്ന സമയത്ത്
ഒന്ന് നമ്മളൊന്ന് ചെയ്യുക. വീഡിയോ ഓൺ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. നമ്മൾ ഷർട്ടോ അല്ല ബനിയനോ അത്യാവശ്യം നമ്മൾ ധരിക്കുക. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് നമ്മൾ ആരോഗ്യത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ ഇതിനെ മാറ്റി വെക്കുന്നത് നമ്മളെ ശരീരത്തിനും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കുള്ള എല്ലാവരും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ള കൂട്ടുകാർക്ക് പകരാനും കൂടി നമുക്കിത് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ ഇത് കേൾക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ്. അതുപോലെ പിന്നെ അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വേറെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത് നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള നമ്മളെ RK എന്ന് പറയുന്ന നമ്മള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന നമ്മുടെ രാധാകൃഷ്ണൻ സാറാണ്. RK രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. അതുപോലെ തന്നെ നമ്മളെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സ്റ്റേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഒരു 10 വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും അതുപോലെ 15 വർഷമായിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ 2 വർഷമായിട്ട് ഈ ബയോട്ടോറിയം എന്ന നമ്മുടെ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ പ്രോഡക്റ്റിലും ഈ കമ്പനിയിലും അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കുകൾക്ക് വേണ്ടി കാർഡ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഈ സ്ക്രീനിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ ആദരപൂർവ്വം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തിന് ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം രാധാകൃഷ്ണൻ സാർ. ഓക്കെ, താങ്ക് യു ജനാർദ്ദൻ സാർ. എല്ലാവർക്കും വണ്ടർഫുൾ ഗുഡ് ഈവനിങ്. സൺഡേ സൂമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മള് ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ്. എല്ലാ സൺഡേയിലും നമുക്കിതുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ മനസ്സിലാക്കുക, വീക്ഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് ശേഷം നമുക്കത് ക്ലിയർ ചെയ്യാം. എന്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഈ ബയോട്ടോറിയം വളരെ സജീവമായിട്ട് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ഈ ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റുകള്, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകള്, അതിന്റെ സയൻസ്, അത് നമുക്ക് തരുന്ന ഒരുപാട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തില് അത് ഉപയോഗിച്ച് അതിന്റെ ഗംഭീരമായ റിസൾട്ട് എടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൂടാതെ ഒട്ടനവധി ആളുകൾക്ക് ഈ പ്രോഡക്റ്റ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ നിരവധി ആളുകൾ അവർക്ക് ഒരുപാട് റിസൾട്ടുകൾ, അവരുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ നമ്മൾ ഈ തുടക്കത്തിൽ പങ്കുവെക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ കമ്പനി, ഈ കമ്പനിയുടെ പ്രൊഫൈൽ എന്താണ്, ഈ കമ്പനിയുടെ ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ, അതിന്റെ നന്മ, അതിന്റെ സവിശേഷത, അതിന്റെ നമുക്ക് കിട്ടുന്ന ഒരുപാട് അനുഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളിവിടെ വിശദമായിട്ട് സംസാരിക്കുകയാണ്. കമ്പനിയുടെ ഹെഡ് ഓഫീസും ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്. ബോംബെയിലെ മിറാ റോഡ് ഈസ്റ്റിലാണ് നമ്മുടെ കമ്പനിയുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റും ഹെഡ് ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിൽ തന്നെ ദാദറിലാണ്. ഡൽഹിയിൽ നമുക്ക് റീജിയണൽ ഓഫീസ് ഉണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2008 ഈ ബയോട്ടോറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 വരെയും കമ്പനിക്ക് എക്സ്പോർട്ടിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ 2020 ശേഷം ഇന്ത്യയിലുള്ള 29 സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറികളിലും എല്ലാം തന്നെ സജീവമായി പ്രോഡക്റ്റിന്റെ ഡെലിവറി കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് സംതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2021 ആയുഷ് കൊറോണ യോദ്ധ സർട്ടിഫൈഡ് നേടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. ഈ ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ലീഗലായിട്ടുള്ള 100% ലീഗലായിട്ട് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഓൺ മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റ് ആണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് എല്ലാ സിസ്റ്റങ്ങളും. ഇൻ ഹൗസ് സോഫ്റ്റ്വെയർ, സ്വന്തം സോഫ്റ്റ്വെയറിലാണ് കമ്പനിയെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈബർ സെക്യൂർ ആണ്. അതുപോലെ തന്നെ ഡിസ്ബേഴ്സ്മെന്റ്, കമ്പനിയുടെ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഡെലിവറി ആണെങ്കിലും അതെല്ലാം തന്നെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ സാഗർ ജോഷി എന്ന മഹത് വ്യക്തിയാണ് കമ്പനിയുടെ ഫൗണ്ടറും CMD-യും. അദ്ദേഹം 16 വർഷത്തിലധികമായി ഈ ഒരു മേഖലയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ജനകീയമാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ സാഗർ ജോഷി സാറ്.
ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സയൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരുന്നില്ല. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് കൃത്യതയോട് സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പനി ഹാവ് സയന്റിഫിക് ഇൻവെന്റർ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഈ ഒരു മേഖലയിൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ ആ ഒരു നിർമ്മാണത്തിലും അതിന്റെ വിതരണത്തിലും ഒക്കെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠനം നടത്തി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ പൊയിനിയർ റിസർച്ചേഴ്സ് ഒക്കെ ആണ് നമ്മുടെ കമ്പനി. അതിന്റെ മുൻഗാമികളായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ ശ്രേണിയിലെ ആദ്യത്തെ കമ്പനി, നമ്പർ 1 കമ്പനി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയുന്ന പേര് ഈ ബയോട്ടോറിയം എന്നാണ്. കാരണം 16 വർഷത്തെ ആ ഒരു ഗവേഷണം ഇതിന്റെ പുറകിലുണ്ട്. ഓൺ മാനുഫാക്ചറിങ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെമ്പാടും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലക്ഷം ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഇന്ന് 1 ലക്ഷത്തിലധികം വരുന്ന ടെസ്റ്റ് മണികൾ എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഗുണം കിട്ടിയിട്ടുള്ള ആളുകളുടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അപ്പോ നമ്മുടെ ശരീരത്തിന് പുറമേ നിന്നുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിരവധി ഗുണങ്ങൾ ശരീരത്തിന്റെ ഹീലിംഗ് കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഈ ബയോട്ടോറിയം ഇന്ന് ജനകീയമായി കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ ആൻഡ് ഹാപ്പി ഇന്ത്യ. നമുക്കറിയാൻ പറ്റും, ആരോഗ്യമുള്ള ഒരു ജനതയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യമുള്ള സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 യൂണിയൻ മിനിസ്ട്രികളുടെ റെക്കഗ്നേഷൻ, അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ ഈ ബയോട്ടോറിയത്തിന് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് MSME ആണ്, മറ്റൊന്നുള്ളത് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ്. MSME ഈ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവാർഡ് ആണെങ്കിൽ ആയുഷ് കൊടുത്തിട്ടുള്ളത് ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡാണ്. 2020 നമുക്കറിയാൻ പറ്റും, ലോകമെമ്പാടും കൊറോണയുടെ വ്യാപനം സൃഷ്ടിച്ചിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ചെറുതല്ല. ആ ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ കൊറോണ വ്യാപനം വന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഓക്സിജൻ ഡെഫിഷ്യൻസി മൂലമായിരുന്നു. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസം കൊണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പ്രോഡക്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര ജനകീയമായിരുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകളിലെ ഓക്സിജന്റെ അളവിനെ കുറവ് വരുത്താതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സംഭാവന നൽകിയത് കൊണ്ടാണ് ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡ് 2021 നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടിയത്. അത് നമുക്ക് എവിടെയും ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി റെക്കഗ്നേഷനുകളും അവാർഡുകളും നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിന്റെ അവാർഡ്, അതുപോലെ തന്നെ ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ അവാർഡ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസിന്റെ അവാർഡ്, അതുകൂടാതെ ഒട്ടനവധി 100 കണക്കിന് അവാർഡ് ആൻഡ് റിവാർഡുകൾ ഈ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രോഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഹെൽത്തിനെ കുറിച്ചും വെൽനെസിനെ കുറിച്ചിട്ടാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, വെൽനെസ് എന്ന് പറഞ്ഞാൽ സൗഖ്യം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സുഖകരമായ ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാൻ പറ്റും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയാറുള്ളത്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ആരോഗ്യത്തിന്റെ ആവശ്യകത എന്താ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ന് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. കാര്യം അത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസ് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള അവബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും വന്നതിനെ നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിലുള്ള വിദ്യാസമ്പന്നരായ ആളുകളിൽ പോലും ആരോഗ്യ അവബോധം വളരെ കുറവാണ് എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആരോഗ്യ ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി നമ്മുടെ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള നിർവചനം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്നു. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്. ആൻഡ് നോട്ട് മെയർലി the absence of disease or infirmity.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, സ്പിരിച്വൽ ഒക്കെ ആയിട്ടുള്ള അതിന്റെ ഒരു വെൽബീയിങ് ആണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ എല്ലാത്തിനും സഹായകമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബയോട്ടോറിയം. പ്രധാനമായിട്ട് ഫിസിക്കൽ വെൽനസ്സും ഫിനാൻഷ്യൽ വെൽനസ്സും നമ്മൾ ഇവിടെ ഇങ്ങനെ യഥേഷ്ടം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെൽനസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വെൽനസ് എന്ന് പറഞ്ഞാൽ സൗഖ്യമാണ്. വെൽനസ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൗഖ്യ വിപ്ലവമാണ്. ഇന്ന് ലോകമെമ്പാടും സൗഖ്യം ആളുകൾ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വെൽനസിനെ കുറിച്ച് പോൾസൺ പിൽസൺ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ട് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മൾട്ടി മില്യണർ എന്റർപ്രണർ ആയിട്ടുള്ള, അതുപോലെ തന്നെ 2 US പ്രസിഡന്റുമാർക്ക് എക്കണോമിക് അഡ്വൈസർ ആയിട്ട് പ്രവർത്തിച്ച ഒരുപാട് പുസ്തകങ്ങൾ രചിതാവായിട്ടുള്ള വ്യക്തിയാണ് പോൾസൺ പിൽസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് വെൽനസ് റവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. വെൽനസ് റവല്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വരും കാലഘട്ടത്തിലെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമ്പാദിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വെൽനസ് എന്ന് പറയുന്നത്. അതിന്റെ വിപ്ലവമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ വെൽനസിന്റെ ഭാഗമായിട്ടാണ് ഈ ബയോട്ടോറിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. വെൽനസ് പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ഡ്രഗ്ലെസ് ട്രീറ്റ്മെന്റിലൂടെ മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട്, കെമിക്കൽ കോമ്പൗണ്ടുകളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട്, നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഹീലിംഗ് കൊടുക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എന്തിന് വെൽനസ് എന്ന് പറയുന്ന ഒരു ചോദ്യം പല ആളുകളും ചോദിക്കാണ്. വൈ വെൽനസ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സർക്കംസ്റ്റാൻസസ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളൊക്കെ തന്നെ വേഗം അനാരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർ പൊല്യൂഷന്റെ കാര്യം, വാട്ടർ പൊല്യൂഷൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിലുള്ള ഒരുപാട് പെസ്റ്റിസൈഡുകളും കെമിക്കലുകളും, അമിതമായിട്ടുള്ള മീറ്റിന്റെ ഉപയോഗം, കെമിക്കലുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ മരുന്നുകളുടെ ഉപയോഗം, അലോപ്പതി മെഡിസിൻ, മോഡേൺ മെഡിസിന്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിനുകളെ ഉണ്ടാക്കുന്നതിനും അനാരോഗ്യമായ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുന്നതിനും വേണ്ടി അത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പല റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ആരോഗ്യ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് 120 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യരാണ് നമ്മളൊക്കെ. പ്രകൃതി മനുഷ്യന് കൊടുത്തിട്ടുള്ള വയസ്സെന്ന് പറയുന്നത് 120 മറ്റുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ പ്രകൃതി അവയ്ക്ക് കൊടുത്തിട്ടുള്ള അതേ ആയുസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ്. 10 വർഷത്തിനിടെ 50 കോടി ജനങ്ങൾ ഹൃദ്രോഗികളും പ്രമേഹ രോഗികളുമാകും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. 3 ഇനം അർബുദങ്ങളില് 1ാമതാണ് കേരളം എന്നാണ് വേറെ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ, അത് 90% നമ്മളായിട്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ് എന്നുള്ളതാണ്. നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ ജീവിത രീതികള്, പ്രകൃതിയിൽ നിന്ന് നമ്മള് തിരിഞ്ഞു പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ രോഗങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ വന്ന റിപ്പോർട്ട് കേരളത്തിൽ വൃക്കാരോഗം പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. വൃക്കാരോഗം അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കണക്കുകൾ പറയുന്നത് എത്രയോ വർഷം പ്രവർത്തിക്കാൻ പര്യാപ്തമായ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൃക്കകൾ എന്ന് പറയുന്നത്. ആ കിഡ്നിക്ക് ഡാമേജ് വന്നുകൊണ്ടിരിക്കുക. 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സിലൊക്കെ ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 വൃക്കകൾ നമുക്കുണ്ട്. ഈ 20 വൃക്കകളിലും കൂടി 20 ലക്ഷത്തിലധികം വരുന്ന നെഫ്രോണുകളുണ്ട്. ഇതിലൂടെയാണ് ശരീരത്തിന്റെ എല്ലാ ഫിൽട്രേഷൻ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് എത്രയോ വർഷങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ ഒരു അവയവം ചെറിയ വയസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ജീവിത ശൈലിയിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. നിലവിലെ ലൈഫ് കറന്റ് സെനാറിയോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ മെനി പീപ്പിൾ സ്പെൻഡ് ദെയർ ഹെൽത്ത് ഗെയിനിങ് വെൽത്ത്. ഒരുപാട് ആളുകൾ, മിക്ക ആളുകളും അവരുടെ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ആരോഗ്യം നോക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ആരോഗ്യം നോക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണ്, ആൻഡ് ദെൻ ഹാവ് ടു സ്പെൻഡ് ദെയർ വെൽത്ത് ടു റീഗെയിൻ ഹെൽത്ത്. അവർക്ക് അനാരോഗ്യം വരുന്ന സമയത്ത്, ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും അതിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയാറുള്ളത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനം എന്നുള്ളത് ഒരു ആപ്തവാക്യമാണ്. അപ്പൊ പ്രതിരോധം സൃഷ്ടിക്കുക, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അതിനുണ്ട്. എന്താണ് ഒരു സൊല്യൂഷൻ ഇതിനുള്ളത്? നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യാവസ്ഥയിൽ നിലനിൽക്കാനും ഒക്കെ എന്ത് ഗുണമാണുള്ളത്, എന്ത് പരിരക്ഷയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഏക മാർഗം റിട്ടേൺ ടു നാച്ചർ എന്നാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. എല്ലാം നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പരമാവധി നമ്മൾ അതിനൊരു ശ്രമം നടത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഭാഗമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു തെറാപ്പി സിസ്റ്റം. ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവകാന്ത ചികിത്സയാണ്. ലോകമെമ്പാടും നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നോൺ ഇൻവാസീവ് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പി സിസ്റ്റമാണ് മാഗ്നറ്റിക് തെറാപ്പി. കാന്ത ചികിത്സ എന്ന് പറയും. ശരീരത്തിന്റെ പുറമെ മാഗ്നറ്റുകളുടെ ഉപയോഗപ്പെടുത്തി മയോമാഗ്നറ്റുകളെ, നാച്ചുറൽ മാഗ്നറ്റുകളെ എന്ന് പറഞ്ഞെങ്കിൽ മെഡിക്കൽ പർപ്പസിന് ഉപയോഗപ്പെടുത്തുന്ന, ഹെൽത്ത് പർപ്പസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നാച്ചുറൽ മാഗ്നറ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന് ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ സ്വയം രോഗങ്ങളെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും ഹീലിംഗ് കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഹീലിംഗിനുള്ള കഴിവിനെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സയൻസ്? അത് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. ഈസ് ബേസ്ഡ് ഓൺ സയൻസ്, നോട്ട് എ ബിലീഫ് സിസ്റ്റം. ഇത് ഒരു സയൻസിന്റെ പശ്ചാത്തലമുള്ള, സയൻസിന്റെ പിൻബലമുള്ള, കൃത്യമായിട്ടുള്ള സയൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ ജൈവ കാന്തിക സ്വഭാവത്തെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്കറിയാൻ പറ്റും, ഭൂമിയിൽ മാത്രമാണ് ഇതുവരെ ജീവൻ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ ആവശ്യമുള്ള ഒരു എനർജിയാണ്. അതൊരു പുറമേന്ന് കിട്ടേണ്ട ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഈ എനർജി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ ഫോർമേഷന് വേണ്ടിയും അതുപോലെ തന്നെ സെല്ലുകളുടെ റിജുവിനേഷനും സെല്ലുകളുടെ ഡാമേജ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ആവശ്യമുള്ള ഒരു ബാഹ്യ എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇത് ഒരു തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മാഗ്നറ്റിക് തെറാപ്പി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ആൾട്ടർനേറ്റീവ് സപ്പോർട്ടിംഗ് തെറാപ്പി സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഇത് നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട്, പ്രകൃതി ജീവനത്തിന്റെ ഭാഗമായി, പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് മാഗ്നറ്റിക് തെറാപ്പി ഇന്ത്യയിൽ അനുവദനീയമാണ്. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങള് മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഷകളില് അവൈലബിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ നമ്മുടെ ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മാഗ്നറ്റിക് തെറാപ്പി എങ്ങനെ ഗുണം ചെയ്യുന്നു, ഇത് എന്ത് ഹീലിംഗ് ആണ് നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത്, ഇങ്ങനെ തുടങ്ങുന്ന ആയിരക്കണക്കിന് വരുന്ന പുസ്തകങ്ങള് ഇന്ന് മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ബേസിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയുടെ നിയമങ്ങളെ കുറിച്ചിട്ടാണ്. രണ്ട് നിയമങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രകൃതിയുടെ നിയമങ്ങളും മറ്റൊന്ന് മനുഷ്യന്റെ നിയമങ്ങളും.
മനുഷ്യന്റെ നിയമങ്ങൾ കാലദേശങ്ങൾക്ക് ആപേക്ഷികമാണ്. മനുഷ്യന്റെ നിയമങ്ങൾ ലിഖിത നിയമങ്ങളാണ്. മനുഷ്യന്റെ നിയമങ്ങൾ എപ്പോ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതാണ്. മനുഷ്യന്റെ നിയമങ്ങൾ ചിലപ്പോൾ നടപ്പിലാകും, ചിലപ്പോൾ നടപ്പിലാകാതെയും പോകും. എന്നാൽ പ്രകൃതിയുടെ നിയമങ്ങൾ കണിശമായി നടപ്പിലാകും. പ്രകൃതിക്ക്, പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം കൃത്യതയോടുകൂടി, വളരെ പെർഫെക്ഷനോടുകൂടി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജീവന്റെ രഹസ്യം എന്താണെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ഉത്തരമാണ് ഇവിടെ കാണുന്നത്. 5 ഘടകങ്ങളാണ് ജീവന്റെ പരമമായ രഹസ്യം എന്ന് പറയുന്നത്. ഇതിനെ 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. ഒരു ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പര്യാപ്തമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ ഈ 5 ഘടകങ്ങളെ ആസ്പദപ്പെടുത്തിയിട്ടാണ്. അതിലൊന്ന് വായുവാണ്, അതിലൊന്ന് വെള്ളമാണ്, ഭക്ഷണമാണ്, സൂര്യപ്രകാശമാണ്, അതുപോലെ തന്നെ ഭൂമിയാണ്. ഇതിനെയാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചഭൂത സിദ്ധാന്തം എന്ന് നമ്മൾ പറയാറുണ്ട്. പഞ്ചഭൂതാത്മകമാണ് മനുഷ്യ ജീവനം എന്ന് പറയാറുണ്ട്. അപ്പോ സൃഷ്ടി, സ്ഥിതി, ലയം എന്ന് പറയുന്ന 3 ഘട്ടമാണ് ഒരു മനുഷ്യനുള്ളത്. സൃഷ്ടി, സ്ഥിതി, ലയം. അപ്പോ പിറവി എടുക്കുന്നത്, ജീവിക്കുന്നത്, തിരിച്ചു പോകുന്നത് ഈ പഞ്ചഭൂതങ്ങളിലേക്കാണ്. ഈ ഘടകങ്ങൾ നമ്മളെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏത് കുറഞ്ഞാലും നമ്മുടെ ജീവനെയും നമ്മുടെ ജീവിതത്തെയും അത് സ്വാധീനിക്കുന്നു. ഓക്സിജൻ കുറഞ്ഞാൽ, വെള്ളം കുറഞ്ഞാൽ, ഭക്ഷണം കുറഞ്ഞാൽ, സൂര്യപ്രകാശം കുറഞ്ഞാൽ, മാഗ്നറ്റിക് എനർജി കുറഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ ജീവനെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഈ മുകളിൽ കാണുന്ന 4 ഘടകങ്ങൾ, ഓക്സിജൻ, വെള്ളം, ഭക്ഷണം, സൂര്യപ്രകാശം, നമ്മൾ എപ്രകാരം സ്വാധീനിക്കുന്നുവോ അപ്രകാരം തന്നെ ഭൂമിയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഭൂമി ഒരു മാഗ്നറ്റിക് പവർ ഉള്ള ഒരു പ്ലാനറ്റ് ആണ്. ഭൂമിക്ക് ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. ഭൂമിയുടെ ഉള്ളിലുള്ള അതിചൂടും അവിടെ നടക്കുന്ന ഒരു ഫ്രിക്ഷനും ഭൂമിയുടെ പുറമേയിലേക്ക്, ഭൂമിയുടെ പുറത്തേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ പുറത്തു വിടുന്നു എന്നുള്ളതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈദ്യുത കാന്തിക സ്വഭാവമുള്ള തരംഗങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഈ വൈദ്യുത കാന്തിക എനർജി നമ്മളെ സ്വാധീനിക്കുന്നു, എല്ലാ ജന്തു ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇത് കുറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പോകുന്നു. ഓക്സിജൻ കുറഞ്ഞാൽ, വെള്ളം കുറഞ്ഞാൽ, ഭക്ഷണത്തിലെ ന്യൂട്രീഷൻ കുറഞ്ഞാൽ, സൂര്യപ്രകാശം കുറഞ്ഞാൽ എന്തെല്ലാം ഡിസോർഡർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. WHO തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, 99% causes of disease and disorders or any type of dysfunctions only due to lack of blood circulation and oxygen level എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്, രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥ സാർവത്രികമായി നടക്കാത്ത ഒരു ശരീരത്തില് പെട്ടെന്ന് തന്നെ ഡിസോർഡർ ആകുന്നു, ഡിസ്ഫങ്ഷനിലേക്ക് പോകുന്നു, ഡിസീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ചംക്രമണ സംവിധാനം, നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ സംവിധാനം കാര്യക്ഷമമാക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ന് പല ആളുകളും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മിക്കതും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തവുമായി ബന്ധപ്പെട്ട്, രക്തത്തിന്റെ ചംക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോ രക്തചംക്രമണ വ്യവസ്ഥ നോർമൽ ആക്കുക എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കടമയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഗുണകരമാകുന്ന ഏത് കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നു. മനുഷ്യൻ മണ്ണുമായി ബന്ധപ്പെട്ട് മണ്ണുമായി സംസർഗം ചെയ്യേണ്ടവരാണ് എന്ന് പ്രൊഫസർ വിവേകാനന്ദൻ പോലുള്ള വളരെ കഴിവുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഫിസിക്സിൽ ഒരുപാട് അവഗാഹമുള്ള വ്യക്തികൾ പോലും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഭവിച്ചത്? അദ്ദേഹം തന്നെ പറയുന്നു, പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം എന്നാണ് പറയുന്നത്. അതിന് കാരണം നമുക്ക് എർത്തിങ് നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ചെരുപ്പും ഷൂ ഉപയോഗിക്കുന്ന ആളുകളാണ്. മണ്ണുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതോടുകൂടി ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് കിട്ടേണ്ട ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ അവിടെ ഇല്ലാതായി പോകുന്നു, എർത്തിങ് ഇല്ലാതായി പോകുന്നു. നമ്മുടെ ശരീരത്തിലെ ബയോ ഇലക്ട്രിക്കൽ സർക്യൂട്ട്
അതിന്റെ സംവിധാനം കാര്യക്ഷമമായി നടക്കാതെ വരുന്നു. ഇത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ തന്നെ പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഭൂമിയിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ആ എനർജി സോഴ്സ്, ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി എനർജി നേരിട്ട് നമുക്ക് കിട്ടാതെ വന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം നമ്മളൊക്കെ ചെരുപ്പും ഷൂ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ കുറവിനെ പരിഹരിക്കുക എന്നുള്ളതാണ് മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണകരമായ വശം എന്ന് പറയുന്നത്. നാച്ചുറൽ മാഗ്നറ്റുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് എനർജി കിട്ടുന്നു. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയെ നമ്മുടെ ശരീരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ശരീരത്തിലെ ഒരുപാട് ഗുണകരമായ അവസ്ഥകൾ അത് ഉണ്ടാക്കി തരുന്നു. സർക്കുലേറ്ററി സിസ്റ്റമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയാനുള്ള കാരണം. ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ, ആ ഹീമോഗ്ലോബിനകത്ത്, ഹീമ എന്ന് പറഞ്ഞാൽ അയൺ ആണ്, ഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ്. ആ അയൺ ആണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പ്രാണനാണ്, ജീവനാണ്. അപ്പോ ആ ജീവന്റെ ഘടകങ്ങളെ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും എത്തിക്കുന്ന ചുമതല ബ്ലഡിനാണ്. അതുകൊണ്ട് തന്നെ ചംക്രമണ സംവിധാനം പ്രോപ്പർ ആകുമ്പോഴാണ് സെല്ലുകൾ ഹെൽത്തി ആവുകയുള്ളൂ. സെല്ലുകൾ ഹെൽത്തി ആകുമ്പോഴാണ് ഓർഗാൻ പാർട്ടുകൾ ഹെൽത്തി ആകുന്നത്. ഓർഗാൻ പാർട്ടുകൾ ഹെൽത്തി ആകുമ്പോഴാണ് സിസ്റ്റങ്ങൾ ഹെൽത്തി ആകുന്നത്. ആ സിസ്റ്റങ്ങൾ ഹെൽത്തി ആകുന്ന അവസ്ഥയാണ് ഹെൽത്തി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിലെ ജീവകോശങ്ങൾക്ക് അതിന്റെ പ്രാണൻ കൊടുത്തുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആ ചുമതല നിർവഹിക്കുന്ന സംവിധാനം കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ഉപയോഗപ്പെടുന്ന മാഗ്നറ്റ് നിയോഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ്. നിയോഡൈമിയം ഒരു നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഇത് പീരിയോഡിക് ടേബിളിൽ 60ാമത്തെ മൂലകമാണ് നിയോഡൈമിയം എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ 57 to 71 വരുന്ന എല്ലാ എലമെന്റ്സുകളും മാഗ്നറ്റിക് റയർ എർത്ത് മാഗ്നറ്റുകളാണ്. അതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള നിയോഡൈമിയം അയൺ ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകമാണ്, നാച്ചുറൽ മാഗ്നറ്റ് ആണ്. നമ്മുടെ കമ്പനി ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ആസ്ട്രോണറ്റ്സ് ഒക്കെ തന്നെ അവരുടെ സ്പേസ് സൂട്ടിനകത്തും ഷൂ സോളിനകത്തും ഹെൽമെറ്റിനകത്തും ഒക്കെ തന്നെ നിയോഡൈമിയം മാഗ്നറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് ലോകത്തിലെ നിയോഡൈമിയം മാഗ്നറ്റ് പ്രബലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെൽത്ത് പർപ്പസിന് വേണ്ടി, മറ്റൊന്ന് മെഡിക്കൽ പർപ്പസിന് വേണ്ടി. ഇപ്പൊ MRI പോലുള്ള മെഷീനുകളിൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് എന്നാണ് MRIയുടെ ഫുൾ ഫോം. അതിനകത്ത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ആസ്ട്രോണറ്റ്സ് അവരുടെ സ്പേസ് സൂട്ടിനകത്ത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ഭൂമിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഹൈ പവറിലെ നിയോഡൈമിയം നമുക്ക് ആവശ്യമില്ല. നോർമൽ ആയിട്ടുള്ള നിയോഡൈമിയം മാഗ്നറ്റ് അതിന്റെ ഒരു ഫ്രീക്വൻസി എനർജി നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളെയും പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗപ്രദമായത് ഈ ഉൽപ്പന്നം നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഹീലിംഗ് കൊണ്ടാണ്. ഇതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. കയ്യിൽ കെട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. ഇതിനകത്ത് 33 മാഗ്നറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ കെട്ടുന്ന സമയത്ത് ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നതിനും ബൈ ഡിഫോൾട്ട് ഓക്സിജന്റെ അളവ് ക്രമപ്പെടുത്താനും സഹായിക്കുന്നു. ഒരു തർക്കവും വേണ്ട. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഹെവി റിസൾട്ട് വന്നിട്ടുണ്ട്. എന്റെ 2.5 വർഷക്കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. 10 വർഷക്കാലം ഞാൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. 14 വർഷക്കാലം ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. 24 വർഷം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലൂടെ പോയൊരു വ്യക്തിയാണ് ഞാൻ. ഈ 2.5 വർഷക്കാലം ബയോമാഗ്നറ്റ് പ്രോഡക്റ്റുകൾ ഞാൻ ആളുകൾക്ക് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, അവിശ്വസനീയമായിട്ടുള്ള അനുഭവങ്ങളാണ്. എത്രയോ വ്യക്തികൾ അവരുടെ അനുഭവ സാക്ഷ്യം നേരിട്ട് പങ്കുവച്ചിട്ടുണ്ട്, ബൈ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ബ്ലഡിന്റെ ചംക്രമണ സംവിധാനം നോർമൽ ആകുമ്പോൾ അത് ശരീരത്തിലെ സെല്ലുകളെ ആക്റ്റീവ് ആക്കുന്നു, ഹെൽത്തി സെല്ലുകളാക്കി മാറ്റുന്നു. അപ്പോ ഈ റിസ്റ്റ് ബാൻഡ് നമ്മൾ കൈ കെട്ടുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു? ഞാൻ പറഞ്ഞു, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ 2 ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണത്തെ സംവിധാനത്തെ അത് ത്വരിതപ്പെടുത്തുന്നു, അത് പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വേണ്ടത്, ആ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബൈ ഡിഫോൾട്ട് ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു.
ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ, ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്ന ആ ലെവൽ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസ്റ്റ് ബാൻഡ് കെട്ടുമ്പോൾ BP നോർമലാകാൻ സഹായിക്കും. ശരീരത്തിൽ ഇൻഫ്ലാമേഷൻ, നീർക്കെട്ടുകൾ, വേദനകൾ, രോഗാവസ്ഥകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ പെയിൻ ഒരു നാച്ചുറൽ അനാൽജസിക് ആയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നു. പെയിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇത് പ്രിവെന്റ് ചെയ്യും. ഒന്ന്, അറ്റാക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കുന്നു. രണ്ട്, സ്ട്രോക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കുന്നു. കുറെ ആളുകള് എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വളരെ ഹെൽത്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റുകളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു ഘട്ടത്തിൽ ഡോക്ടേഴ്സിന്റെ പോലും അവരുടെ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അറ്റ് പ്രസന്റ് എന്താണ് അവരുടെ ശരീരത്തിൽ നടക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രയോ ഡോക്ടേഴ്സ് അറ്റാക്കിന് വിധേയപ്പെട്ട് മരിച്ചുപോയി, സ്ട്രോക്കിന് വിധേയപ്പെട്ടു പോയി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിന്റെ അനാട്ടമിയും ഫിസിയോളജിയും മാത്രം പഠിച്ചത് കൊണ്ടായിട്ടില്ല. ശരീരത്തിൽ ഇതുപോലെ നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങളും മാറ്റങ്ങളും നമുക്ക് പെട്ടെന്ന് അറിയാനും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശരീരത്തിലെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങളിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം, ഒന്ന് അറ്റാക്ക്, മറ്റൊന്ന് സ്ട്രോക്ക്. അതായത് ഹൃദയാഘാതവും അതുപോലെ തന്നെ ശരീരത്തിലുള്ള സ്ട്രോക്കിന്റെ പ്രശ്നങ്ങളും. ഇത് രണ്ടും ബ്ലഡ് റിലേറ്റഡ് ആണ്. ഇത് രണ്ടും രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് രണ്ടും ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആകാതെ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ബയോമാഗ്നറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് വിസ്കോസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈസി ഫ്ലോയിങ് ഫ്ലൂയിഡിറ്റിയിലേക്ക് നമ്മളെ ബ്ലഡിന്റെ അചംക്രമണ സംവിധാനം കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എല്ലാ പ്രോഡക്റ്റുകളും. അപ്പോ റിസ്റ്റ് ബാൻഡ് നമ്മുടെ ഇപ്പൊ ഇതിന് വേറെയും കൂടെ ഉണ്ട്. തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയ്ക്ക് ചുറ്റി കൊടുക്കാം. എത്രയോ ആളുകൾക്ക് റിസ്റ്റ് ബാൻഡ് കെട്ടി മൈഗ്രെയിൻ പോലുള്ള വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, തലവേദനകളൊക്കെ മാറ്റിയെടുക്കാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു നാച്ചുറൽ അനാൽജസിക് ആയിട്ട് ഒരു പ്രോഡക്റ്റ് പ്രവർത്തിക്കുന്നു. മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാട്രസ് പാഡാണ്. നമ്മൾക്ക് കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡാണ്. ഇതിനകത്ത് മാഗ്നറ്റ്, പവർ കൂടിയ മാഗ്നറ്റിന്റെ പ്രീമിയം റേഞ്ചിലുള്ള മാട്രസ് പാഡ് വരുന്നുണ്ട്, പില്ലോ പാഡ് വരുന്നുണ്ട്, അതുപോലെ സൂപ്പർ ഡീലക്സ് വരുന്നുണ്ട്, മാഗ്നറ്റിന്റെ എണ്ണം കൂടുതലുള്ള, അങ്ങനെ 3 വേരിയന്റില് നമ്മുടെ മാട്രസ് പാഡ് നമുക്ക് വരുന്നുണ്ട്. ഇത് കിടക്കാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ കിടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വിരിച്ച് അതിന്റെ മുകളിൽ ഒരു കോട്ടൺ ഷീറ്റ് ഇട്ട് തലയ്ക്ക് പില്ലോ പാഡ് വെച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് 6 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമുള്ള അത്ര സഫീഷ്യന്റ് മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ചംക്രമണ സംവിധാനം, ബ്ലഡിന്റെ ചംക്രമണം, അതുപോലെ തന്നെ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തി നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് രണ്ടും കിട്ടുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങിപ്പോകുന്നത്, കാല് മുറിച്ചു കളയണം എന്ന് പറയുന്ന കേസുകളിൽ അതില്ലാതെ രക്ഷപ്പെട്ടു പോരുന്നത്. ഇതൊക്കെ ഈ ശരീരത്തിന്റെ ഹീലിങ്ങിനുള്ള ആ കഴിവിനെ ഉദ്ദീപിപ്പിക്കുന്നതോടുകൂടി കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. ഈ ബയോമാഗ്നറ്റ് മാട്രസിന് സ്ലീപ്പിംഗ് പാഡ് എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. വളരെ സുഖകരമായിട്ട് ഉറക്കം കിട്ടുന്നു എന്നുള്ളതാണ്. എത്രയോ ആളുകൾ, ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അത് ഒരു വലിയ സൗഭാഗ്യമാണ്. കാരണം എത്രയോ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്, ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ സുഖകരമായ ഉറക്കം കിട്ടാൻ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ ഫ്ലോ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ഉത്പാദനം കൂടും. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമുക്ക് ഉറക്കം തരുന്നത്. അങ്ങനെ സുഖകരമായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെയിൻ്റെനൻസ് മെക്കാനിസം പെർഫെക്ഷനിലേക്ക് വരുന്നു. ഉറങ്ങുന്ന സമയത്താണ് ശരീരത്തിലെ മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ലിവറിലുള്ള മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഡൈജഷന്റെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ന്യൂട്രീഷ്യൻസിന്റെ സപ്ലൈ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ശരീരത്തിന് റിലാക്സേഷൻ കൊടുത്ത് സെല്ലുകളുടെ ഡാമേജുകൾ പരിഹരിച്ച് നമുക്ക് ഒരു പുത്തൻ ഉണർവും ഊർജവും പ്രദാനം ചെയ്യുന്നത് നല്ല ഉറക്കം കിട്ടുമ്പോഴാണ്. ഉറങ്ങാത്ത ആളുകളിൽ ആരോഗ്യം വളരെ കുറവായിരിക്കും. അവർക്ക് ഒരുപാട് ഡിസോർഡറുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് ഡിസ്ഫങ്ഷനുകൾ ഉണ്ടായിരിക്കും. അവർ വേഗം ഡിസീസിലേക്ക് പോകുന്നു, രോഗാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ മാട്രസ് പാഡ്
നമ്മുടെ ഓൾ ബോഡി ഹീലിംഗിന് ഗുണകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് വർത്തിക്കുന്നുണ്ട്. നാച്ചുറൽ മെഡിക്കൽ ഗ്രേഡ് ബയോമാഗ്നറ്റ് ജനറേറ്റ് സ്ട്രോങ് ബയോളജിക്കൽ പുഷ് ആൻഡ് പുൾ ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. എനർജി ഫോഴ്സ് ഇൻ ബ്ലഡ് സെൽസ് ആൻഡ് നാച്ചുറലി എൻഹാൻസ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഇംപ്രൂവ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ എന്നുള്ളതാണ് ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് 1 മില്യൺ ആളുകൾ, ഒരു 10 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ രാത്രി ഉറങ്ങി രാവിലെ എണീക്കാത്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വസ്തുതയിലേക്കാണ് വരുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഇതുപോലുള്ള മരണങ്ങളുടെ എണ്ണം കൂടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ, പഠിച്ചേ പറ്റൂ, ഇതിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് ബോധ്യപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെ പറയുന്നു പെട്ടെന്നുള്ള മരണം കൂടി, ഉറക്കത്തിൽ ആളുകളുടെ മരണം കൂടി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ സമയത്ത് ഇതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്. പല ആളുകളുടെയും രക്തത്തിന്റെ കട്ടി വളരെ കൂടുതലാണ്, അതിന്റെ വിസ്കോസിറ്റി വളരെ കൂടുതലാണ്. ഹെവി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഹൈ കലോറി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാനും രക്തത്തിന്റെ മൂവ്മെന്റ് ഇല്ലാതെക്കാനും സഹായിക്കുമ്പോൾ അത് അറ്റാക്കായിട്ടും സ്ട്രോക്കായിട്ടും മാറുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധാർമ്മികതയാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം ഒന്ന്, ബ്ലഡിന്റെ സർക്കുലേഷൻ, അതിന്റെ വിസ്കോസിറ്റി കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഈസി ആയിട്ട് അതിന്റെ ഫ്ലോയിങ് ഫ്ലൂയിഡിറ്റിയിലേക്ക് മാറുന്നു എന്ന് പറയുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാട്രസ് പാഡിൽ കിടക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടണം എന്ന് പറയുന്നത്. അപ്പോ ഈ സഡൻ ഡെത്തുകളുടെ എണ്ണം കൂടിയതൊക്കെ തന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ തന്നെ ബ്ലഡ് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ രക്തത്തിന്റെ ചംക്രമണം, രക്തത്തിന്റെ പര്യനം നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അതിന് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അത് നമുക്ക് തരുന്ന റിപ്പോർട്ടുകളും റിസൾട്ടുകളും അത്ര കൂടുതലാണ്. ഇതുകൂടാതെ നിയോഡൈമിയം മാഗ്നറ്റ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചും അത് നമ്മുടെ ശരീരത്തിന് തരുന്ന നാച്ചുറൽ ഹീലിംഗിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസുകളും റിസർച്ച് റിപ്പോർട്ടുകളും അതിന്റെ ക്ലിനിക്കൽ ആർട്ടിക്കിൾസുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും, ഗൂഗിളിലൂടെ കിട്ടും. ഒരുപാട് ആർട്ടിക്കിൾസ് നിയോഡൈമിയം മാഗ്നറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ റിസർച്ച് റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. ഇതിലൊക്കെ പറയുന്നു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ ആർത്രൈറ്റിസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു, നാച്ചുറലായിട്ട് ശരീരത്തിന് ഹീലിംഗ് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു, വളരെയധികം നന്നായിട്ട് ഉറക്കം കൊടുക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ തന്നെ ഈ നിയോഡൈമിയം മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങളാണ് എന്നുള്ളത് ക്ലിനിക്കൽ റിസർച്ച് റിപ്പോർട്ടിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത്. ഇന്ന് 120 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ അതിന്റെ ഏകദേശം പകുതിയിലെത്തി നിൽക്കുകയാണ്. സയൻസ് ഒരുപാട് വളർന്നു, ശാസ്ത്രം ഒരുപാട് വളർന്നു, മെഡിക്കൽ ടെക്നോളജി ഒരുപാട് വളർന്നു. മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും ക്രമേണ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ആണ്. മോഡേൺ മെഡിസിന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ദുരന്തങ്ങൾ ചെറുതല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. കോവിഡിന് ശേഷം 2020 എന്ന് പറയുന്ന വർഷം, കോവിഡിന് മുമ്പ് കോവിഡിന് ശേഷം ലോകത്തിന്റെ ആരോഗ്യ രംഗത്തെ 2ആയി പകുത്ത വർഷമാണ്. ഈ കോവിഡിന് ശേഷം എന്തുണ്ടായി? ഒരുപാട് ആളുകൾ രോഗങ്ങളുടെ സങ്കീർണതയിലേക്ക് പോയി, ഒരുപാട് ആളുകൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു, ഒരുപാട് ആളുകൾ അതുകൊണ്ട് മാത്രം രോഗികളായിട്ട് മാറി, ഒരുപാട് ആളുകൾ അകാല മൃത്യുവിന് വിധേയരായി, പ്രീമച്വർ ഡെത്തിന് വിധേയമായി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ ടെക്നോളജി ഒരുപാട് വളർന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ആരോഗ്യം വളർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും ക്രമേണ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ആദ്യം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജപ്പാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യമുള്ള ജനതയുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഏവറേജ് ആയുസ് 90 ആണ്.
90 വയസ്സാണ് ആവറേജ് ആയുസ്. ഇന്ത്യക്കാരുടെ ആവറേജ് ആയുസ് എന്ന് പറയുന്നത് 68.24 ആണ്. അപ്പൊ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ജപ്പാൻ പോലുള്ള രാജ്യം 90 ആവറേജിലുള്ള ജനതയെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു രാജ്യമല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് 1945 അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത് പിന്നെ അണുബോംബിന്റെ പിന്നെ ആ രാജ്യത്തിനുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. 2 അണുബോംബുകൾ ആ രാജ്യത്ത് വർഷിക്കുകയും ലക്ഷം ആളുകൾ മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളാവുകയും പിന്നീട് വന്ന ജനറേഷൻ പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ക്യാൻസറിന്റെ അതിപ്രസരമുള്ള ജനതയുള്ള രാജ്യവുമായിട്ട് മാറുകയും ചെയ്ത രാജ്യമായിട്ട് ജപ്പാൻ എന്ന് പറയും. പിന്നെ എന്തുകൊണ്ട് അവർ റിക്കവർ ചെയ്തു? എങ്ങനെയാണ് അവർ ലോകത്തിന് മാതൃകയായിട്ട് മാറിയത്? ഇവിടെയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജപ്പാനാണ്. ഒന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് പല ആളുകൾക്കും ഇത് പരിഹാസത്തോടും പുച്ഛത്തോടും കൂടി കാണുന്ന ആളുകളുണ്ട്. മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? അതുകൊണ്ടൊക്കെ വല്ല ഗുണങ്ങളുണ്ടോ? ഇതൊക്കെ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ജനത എങ്ങനെ, ഈ ജപ്പാൻ ജനത എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു? അവർ ഏറ്റവും ആയുർദൈർഘ്യമുള്ള ജനതയായിട്ട് എങ്ങനെ മാറി? ഇവിടെയാണ് ഈ പാരമ്പര്യവും പൈതൃകവുമായിട്ടുള്ള ചികിത്സാ രീതികളുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ട ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്യുന്ന ഒരു ജനതയായിട്ട് ജപ്പാൻ ജനത മാറിയപ്പോ അവരുടെ ഹീലിംഗിന് വേണ്ടി അവരിത് ഉപയോഗപ്പെടുത്തുമ്പോൾ, അവരുടെ പൈതൃകവും പാരമ്പര്യമായ ചികിത്സാ രീതികൾ അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ, മോഡേൺ മെഡിസിനോടുള്ള ആശ്രയത്വം കുറയ്ക്കുമ്പോൾ അവർക്ക് ആയുസ്സും ആരോഗ്യവും കൂടി എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഡോക്ടേഴ്സിന്റെ ചിത്രമാണ്. ഈ 2 പേരും അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് ആയിരുന്നു. ഒന്ന് ഗുജറാത്തിലെ കാർഡിയോളജിസ്റ്റ് ആണ്, അത് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആവാൻ കാരണം 10,000-ലധികം ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ 41 വയസ്സ് വരെ മാത്രം ജീവിച്ച ഡോക്ടർ ഗൗരവ് ഗാന്ധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് അറ്റാക്ക് വന്നിട്ടാണ്. ശരിക്കും അങ്ങനെ വരാൻ പാടില്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടർക്ക് പോലും അറ്റ് പ്രസന്റ് അവരുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്കും പറയാൻ കഴിയില്ല. ഞാനും അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ചൊരു വ്യക്തിയാണ്. എന്റെ ശരീരത്തിൽ ഇപ്പൊ എന്ത് നടക്കുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രിവെൻഷന് വേണ്ടിയിട്ട്, പ്രിക്വേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ നമുക്കതിന് നമ്മുടെ പ്രതിരോധത്തിനും അതുപോലെ തന്നെ അതിജീവനത്തിനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു. ഡോക്ടർ പ്രേംലാൽ കണ്ണൂരുള്ള ന്യൂറോ സർജനാണ്. 44 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പെട്ടെന്ന് അറ്റാക്കിന് വിധേയരായി. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനുള്ള ശരീരത്തിന്റെ കഴിവിനെ ഉദ്ദീപിപ്പിക്കാൻ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡയബറ്റിസ് കിൽ 1% ആവറേജ് സെക്കൻഡ് ഇൻ ഇന്ത്യ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയോ? അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഒരു സൈലന്റ് കില്ലറാണ് നമുക്കറിയാൻ പറ്റും പ്രമേഹം. കേരളത്തിൽ 43.5% ആളുകൾക്ക് പ്രമേഹത്തിനോട് അടുത്ത് നിൽക്കുന്നവരും പ്രമേഹ ബാധിതരുമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രമേഹം നമ്മുടെ ശരീരത്തിൽ നിരന്തരമായിട്ട് ഉണ്ടാകുമ്പോൾ അത് തരുന്നു എന്നുള്ളതാണ്. പല രോഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ കോവിഡിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്ന ഒരു പാഡ് ഉണ്ട്. വാട്ടർ എനർജി പാഡ് വെള്ളക്കുപ്പിയുടെ മുകളിൽ ചുറ്റുന്ന ഒരു മാഗ്നറ്റിന്റെ പാഡാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ കുടിക്കേണ്ടത് ഭൂമി തരുന്ന വെള്ളമാണ്. ഞാനിതുമായിട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയൊരു വ്യക്തിയാണ്. മനുഷ്യൻ കുടിക്കേണ്ടത് പച്ചവെള്ളമാണ്. ഒരു സംശയ കാര്യത്തിലില്ല. കുടിക്കുന്ന പച്ചവെള്ളം ശുദ്ധമായിരിക്കണം എന്ന് മാത്രം. കണ്ടാമിനേറ്റഡ് വാട്ടർ കുടിക്കാൻ പാടില്ല. ശുദ്ധമായ പച്ചവെള്ളമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഹീലിംഗ് കൊടുക്കുന്നത്. പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം. ശുദ്ധമായ വെള്ളം. വെള്ളം നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതിന് ജീവൻ കൊടുക്കുന്ന ഘടകങ്ങളെ കുറഞ്ഞു പോകുന്നു, ഇല്ലാതായി പോകുന്നു. അപ്പോ ജീവജലം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ജീവജലം, ജീവൻ കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള വെള്ളം, അത് ഭൂമി തരുന്ന വെള്ളമാണ്. നാച്ചുറൽ റോ വാട്ടറാണ്. ഇതാണ് നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ടത്.
അത് ഡെൻസിറ്റി കുറഞ്ഞ വെള്ളമായിരിക്കണം, ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളമായിരിക്കണം. ഈ വെള്ളം ഒരു യൂണിവേഴ്സൽ മെഡിസിനാണ്. പ്രകൃതി തന്ന ഏറ്റവും നല്ല മരുന്നാണ് പച്ചവെള്ളം കുടിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ കുടിക്കാനുള്ള ശീലത്തെ നമ്മൾ ഇല്ലാതാക്കി. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ജീവനില്ലാത്ത വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവിച്ചത് നമ്മളൊക്കെ പതിയെ പല ഡിസോർഡറിലേക്കും ഡിസ്ഫങ്ഷനിലേക്കും പോയി എന്നുള്ളതാണ്. 10ൽ 8 ആളുകൾക്ക് ഉദരപ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 10ൽ 8 പേർക്ക് ഗട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ദഹന പ്രശ്നങ്ങൾ, അസിഡിറ്റി, ഗ്യാസ്, നെഞ്ഞരിച്ചൽ, ജേഡ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പിന്നെ എന്താ പറയാ അൾസറുകൾ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ, പൈൽസ്, ഇതുപോലുള്ള വിഷയങ്ങൾ, ഇതിന്റെ ആധിക്യം വളരെയധികം കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ശരീരത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം കൊടുക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതൊരു മെഡിസിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ശുദ്ധമായ നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളം കുടിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. അത് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഒരുപാട് ഇരട്ടിക്കുന്നു എന്നുള്ളതാണ്. വെള്ളത്തിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു, അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു. ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം അഥവാ സാന്ദ്രത കുറഞ്ഞ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശരീരത്തിലേക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നു. ശരീരത്തിലുണ്ടാകുന്ന ഒട്ടനവധി മാലിന്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസ്, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ പിന്നെ സിന്തസൈസ് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഒരുപാട് മാലിന്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അമോണിയ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, കാൽസ്യം ലാക്റ്റേറ്റ് ഉണ്ട്, കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇതെല്ലാം യൂറിനിലൂടെ, മോഷനിലൂടെ, വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടേണ്ടതുണ്ട്. ശരീരത്തിലെ കാര്യക്ഷമമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗികളായിട്ട് മാറും. പ്രത്യേകിച്ച് എല്ലാ രോഗങ്ങളും ആവിർഭവിക്കുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ്, ഉദരത്തിൽ നിന്നാണ്. അപ്പൊ ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഡയഫ്രത്തിന്റെ മുകളിൽ ഔരസാശയം, ഡയഫ്രത്തിന്റെ താഴെ ഉദരാശയം. ഉദരാശയം അഥവാ ഗട്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി ഗട്ട് ഡാമേജ് ആകുമ്പോൾ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകൾ കുടലിനകത്ത് ഉണ്ടാവുകയും അത് പലതരത്തിലുള്ള ഇൻഫ്ലാമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗട്ട് ക്ലീൻ ആകണം, ഉദരം ക്ലീൻ ആകണം. അതുകൊണ്ടാണ് പഴമക്കാർ പറയാറുണ്ട്, കുടൽ നന്നായാൽ ഉടൽ നന്നായി എന്ന് പറയും. കുടൽ നന്നാവണം, ക്ലീൻ ആകണം, മാലിന്യങ്ങൾ ഇല്ല. ഗട്ടാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഹെൽത്തി ആയിട്ടിരിക്കും. ഗട്ട് ഡാമേജ് ആയോ ആ വ്യക്തി അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോകും. ഗട്ട് ക്ലീൻ ആകാനുള്ള ഏറ്റവും നല്ല മാർഗം പച്ചവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ വെറും വയറ്റിൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട്. ഏറ്റവും നല്ലൊരു മരുന്നാണ് BP നോർമൽ ആകുന്നതിന് വേണ്ടി, കൊളസ്ട്രോൾ നോർമൽ ആകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആകുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയുടെ pH 7.35 നോർമലായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മസിലുകൾ ഹാർഡാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഈ വെള്ളം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോ മയോകാർഡിറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ഹൃദയത്തിന് സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നുണ്ട്. ഹൃദയം നിർമ്മിച്ചിട്ടുള്ളതും പേശികൾ കൊണ്ടാണ്. അപ്പൊ ആ പേശികൾ ഹാർഡാകാൻ പാടില്ല. മയോകാർഡിറ്റിസ് എന്ന് പറഞ്ഞാൽ പേശി ഹാർഡാകുന്നതാണ്. അപ്പൊ അത് പേശികൾ, മസിലുകൾ അത് റിലാക്സേഷനിൽ നിന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 70% എന്ന് പറയുന്ന വെള്ളത്തിന്റെ തുലനാവസ്ഥയിൽ നിൽക്കണം. അതുകൊണ്ടാണ് ബോധപൂർവം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ദാഹമുള്ളപ്പോൾ മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത്. ശരീരത്തിന്റെ ബാലൻസിങ് എന്ന് പറയുന്ന 140-ലധികം വരുന്ന ബാലൻസിങ് നിലനിർത്താൻ വെള്ളം വലിയൊരു ഘടകമാണ്. അത് മാഗ്നറ്റൈസ് ചെയ്ത് കുടിക്കുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിക്കുന്നു, അത് എഫക്റ്റ് കൂടുന്നു, അതിന്റെ ഡെൻസിറ്റി കുറയുന്നു. സ്ട്രക്ചേർഡ് വാട്ടർ നമ്മുടെ ശരീരത്തിൽ കുടിക്കുമ്പോൾ തന്നെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയുന്നു, ബ്ലഡിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു, ബ്ലോക്കുകളും അതുപോലെ തന്നെ പ്ലക്കുകളും അടിഞ്ഞുകൂടുന്ന പ്രവണത ഇല്ലാതെയാക്കുന്നു, ഇമ്പ്യൂരിറ്റീസ് എല്ലാം പുറന്തള്ളപ്പെടുന്നു, ഹെൽത്തി സെല്ലുകളായിട്ട് മാറുന്നു, സ്കിന്ന് റിജുവിനേറ്റ് ആകുന്നു, ആന്റി ഏജിങ് അവസ്ഥയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച കൂടുന്നു. എത്രയോ ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കാഴ്ച കൂടിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. മെമ്മറി ക്ലാരിറ്റി കൂടുന്നു, നമ്മുടെ ഓർമ്മ കൂടുന്നു, നെർവസുകൾക്ക് കൂടുതൽ സ്ട്രെങ്തൻ കിട്ടാൻ സഹായിക്കുന്നു. കുറേ ഗുണങ്ങൾ
നമ്മൾ മാഗ്നറ്റൈസർ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഇത്രയും പ്രോഡക്റ്റുകളാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. ഇതുകൂടാതെ ആൽക്കലൈൻ വാട്ടറിന്റെ ഒരു മെഷീൻ നമ്മൾ പനാസിയ മാഗ്നറ്റോ ആൽക്കലൈൻ വാട്ടർ മെഷീൻ നമുക്ക് ഉണ്ട്. ഇത് വിത്തൗട്ട് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കാൻ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിലെ നാച്ചുറൽ സ്റ്റോണുകളും മിനറൽസുകളും രുദ്രാക്ഷം പോലുള്ള ഘടകങ്ങളും അതുപോലെ നിയോഡൈമിയം മാഗ്നറ്റുമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആറോ വാട്ടർ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 8-9 pH വെള്ളം, pH ബാലൻസിലുള്ള വെള്ളം നമുക്ക് കിട്ടുന്നു. നമ്മൾ ആൽക്കലൈൻ വാട്ടർ കുടിക്കണം എന്ന് പറയാനുള്ള കാരണം ക്യാൻസർ ടിഷ്യൂസ് ആർ അസിഡിക് ഹെൽത്തി ടിഷ്യൂസ് ആർ ആൽക്കലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തമുണ്ട്. അതായത് 1931 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള 1931 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഡോക്ടർ ഓട്ടോ എൻറിച്ച് വാർബർഗിന്റെ കണ്ടുപിടുത്തമാണ്. ആൽക്കലൈൻ ബോഡിയിൽ ക്യാൻസർ വളരുന്നില്ല, ആൽക്കലൈൻ ആയിട്ടുള്ള ടിഷ്യൂസുകളില് ക്യാൻസർ വ്യാപിക്കുന്നില്ല, അസിഡിക് ടിഷ്യൂകളിലാണ് ക്യാൻസർ വ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തെ ആൽക്കലൈൻ ആക്കാൻ, ശരീരത്തിലെ സെല്ലുകളെ ടിഷ്യൂസിനെ ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന ഒരു മെഷീൻ നമുക്കുണ്ട്. അതുപോലെ ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടി അനവധി റിസൾട്ടുകൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ടെറ ടെക്നോളജിയുടെ ഭാഗമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഫലപ്രാപ്തിയുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. അതിൽ ഹെൽത്ത്, സോയിൽ ഹെൽത്ത് കെയർ ഉണ്ട്, പ്ലാന്റ് ഹെൽത്ത് കെയർ ഉണ്ട്, ഫ്രൂട്ട് ഹെൽത്ത് കെയർ ഉണ്ട്, ബയോ റിപ്ലന്റ് ഉണ്ട്. ഇതുപോലുള്ള 5-ലധികം വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന്റെ ശ്രേണിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് നമ്മുടെ കമ്പനി വന്നു കഴിഞ്ഞു. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പോഷകം കൊടുക്കുക. അതിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു പ്രോഡക്റ്റ് നമുക്ക് മോർ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. ആയുർവേദ, സിദ്ധ, യുനാനി കോമ്പിനേഷനിലുള്ള ഹെർബുകളാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഈ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു 15 മിനിറ്റിന്റെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മാത്രം ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ നാളെ തന്നെ അത് പോസ്റ്റ് ചെയ്യും. എന്താണ് ബയോട്ടോറിയം ഹിമാലയസ് മോർ പവർ, അതിന്റെ ഇൻഗ്രീഡിയന്റ്, അതിന്റെ ഗുണങ്ങളെല്ലാം തന്നെ. ഇതിൽ NABL ആക്രിഡേഷൻ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നാഷണൽ ആക്രിഡേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസ് ആണ് NABL എന്ന് പറയുന്നത്. അതിന്റെ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. ഈ ഒരു ഉൽപ്പന്നത്തിനകത്ത് കെമിക്കൽ കോമ്പൗണ്ടുകളോ അതുപോലെ സ്റ്റിറോയിഡുകളോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മഹത്വം. അതുപോലെ ഇന്ത്യയിലെ പരമോന്നതമായ സർട്ടിഫിക്കേഷൻ ആയുഷാണ്. ആയുഷിന്റെ സർട്ടിഫിക്കറ്റും മോർ പവറിനുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, മൈക്രോ ന്യൂട്രിയൻസ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സുകൾ, അമിനോ ആസിഡ്സുകൾ, എൻസൈമുകൾ, വാട്ടർ, ട്രേസ് എലിമെന്റ്സുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഘടകങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ ശരീരത്തിൽ കുറവായിട്ടുള്ള സാധനങ്ങളെ അതിനെ മേക്കപ്പ് ചെയ്യുന്നതിന് ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് വളരെയധികം ഗുണം ചെയ്യുന്നു. ഇതിനകത്ത് ഓൾ വൈറ്റമിൻസ് ഉണ്ട്, എല്ലാ ജീവകങ്ങളും ഉണ്ട്. നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞെങ്കിൽ അറ്റാക്ക് വരാതിരിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ്. അത് ആർട്ടറികളിൽ, ധമനികളിലെ അടിഞ്ഞുകൂടുന്ന പ്ലക്കുകളെ ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ ആർട്ടേറിയൽ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആർട്ടേറിയൽ ഏജ് എന്ന ആർട്ടറികൾക്ക് ഏജിങ് സംഭവിക്കുക, അത് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. എല്ലാർജിനൈനൊക്കെ ആയിട്ട് മാറുന്നത് ഈ നൈട്രിക് ഓക്സൈഡ് ആണ്. എല്ലാർജിനൈൻ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒരു സംയുക്തമാണ്. അപ്പൊ ആ നൈട്രിക് ഓക്സൈഡ് ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കാർഡിയാക് ഹെൽത്തിന് വളരെ നല്ലതാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. ഓൾ മിനറൽസ് ഇതിനകത്തുണ്ട്, ധാതുക്കൾ ഇതിനകത്തുണ്ട്. അപ്പോ ധാതു ശോഷണം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നു. സപ്തധാതുക്കളെ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ ആൽക്കലോയിഡ്സുകൾ ഇതിനകത്തുണ്ട്. ആൽക്കലോയിഡ്സുകൾ എന്നുണ്ടെങ്കിൽ ആന്റി ഇൻഫ്ലാമേറ്ററി അനാൾജസിക് ഏജന്റുകളാണ്. ശരീരത്തിന് രോഗാവസ്ഥകൾ ഇല്ലാതെ ആകുന്നതിന് വേണ്ടി സഹായിക്കുന്ന സംയുക്തങ്ങളാണ് ആൽക്കലോയിഡ്സുകൾ. നാച്ചുറൽ ആൽക്കലോയിഡ്സുകൾ ഇതിനകത്തുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറഞ്ഞെങ്കിൽ നിരോക്സീകാരികളാണ്. നമ്മുടെ ശരീരം എപ്പോഴും ഓക്സീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഓക്സീകരണം ഇല്ലാതെയാക്കി, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കി, സെൽ ഡാമേജ് കുറച്ച്, ഫ്രീ റാഡിക്കൽ അറ്റാക്കിൽ നിന്ന് നമ്മുടെ സെല്ലുകളെ സംരക്ഷിച്ച് ആന്റി ഓക്സിഡന്റ് പരിരക്ഷ കൊടുക്കുന്ന, നിരോക്സീകരണം കൊടുക്കുന്ന, ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ധാരാളം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. മോർ പവർ റെഗുലറിലും പ്രീമിയത്തിലും നമുക്ക് വരുന്നുണ്ട്. 44ഓളം ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. ഇതില് നീർമരുത് ചേരുന്നുണ്ട്, ഏലക്കായ ഉണ്ട്, അക്കക്കറുകുണ്ട്, റോയൽ ജെല്ലി ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, അതുപോലെ കാക്കാച്ചുണ്ട്, ബദാം, അതുപോലെ ഈത്തപ്പഴം,
നായ്ക്കുറണ പരിപ്പ്, റോസ്, ബ്രഹ്മി, മുതുക്ക്, നാഗപ്പൂവ്, നിലപ്പനക്കിഴങ്ങ്, ശതാവരി, ജാതിക്ക, ക്ഷീരകാഗോളി, വയൽച്ചുള്ളി, തിപ്പലി, പലകപ്പയ്യാനി, കോക്കനട്ട്, നാളികേരം, അതുപോലെ കിരിയാത്ത, ഇഞ്ചി, മുത്തങ്ങ, കിഴാർനെല്ലി, അതുപോലെ മുന്തിരിക്കുരുവിന്റെ എക്സ്ട്രാക്ട്, അതുപോലെ കൂവളം, ചിക്കറി, ഞെരിഞ്ഞിൽ, അതുപോലെ കടുകരോഹിണി, തഴുതാമ, കടുങ്ങൽ, ഗ്രാമ്പു, കുറുന്തോട്ടി, ശർക്കര, തേന്, അതുപോലെ സ്വർണഭസ്മം, രജതഭസ്മം, അമുക്കുരം, അതുപോലെ മഞ്ഞൾ, നെല്ലിക്ക, ഉലുവ, ചിറ്റാമൃത്, അതുപോലെ കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയന്റ് ഈ മോർ പവറിനകത്തുണ്ട്. 2 ഗ്രാമാണ് ഒരു ദിവസം കഴിക്കേണ്ടത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. സെക്ഷൽ വെൽനെസ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് കൊടുക്കുന്നു. അതുപോലെ ഇൻഫെർട്ടിലിറ്റി കേസസിൽ, കുട്ടികളില്ലാത്ത വന്ധ്യതയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ, അതുപോലെ ഉദ്ധാരണ പ്രശ്നങ്ങൾ, പ്രിമേച്വർ ഇജാക്കുലേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ പ്രശ്നങ്ങൾ, പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഇറക്ടൽ ഡിസ്ഫങ്ഷന്റെ ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്നു. കാർഡിയാക് ഹെൽത്തിന് വളരെ നല്ലതാണ്. ബ്രെയിൻ ഫംഗ്ഷൻ വളരെ നല്ലതാണ്. കിഡ്നി ഫംഗ്ഷന് വളരെ നല്ലതാണ്. ലിവർ ഡീടോക്സിഫിക്കേഷൻ വളരെ നല്ലതാണ്. അതുപോലെ വിഗർ, വിറ്റാലിറ്റി, സ്ട്രെങ്ത്, സ്റ്റാമിന, ഊർജ്ജസ്വലത കൊടുക്കുന്നതിന് വേണ്ടി, ക്ഷീണം മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇത് ഉപകരിക്കുന്നു. നല്ല പൗരുഷം കൊടുക്കാൻ, നല്ല ഊർജ്ജസ്വലത കൊടുക്കാൻ ഒക്കെ തന്നെ സഹായിക്കുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ശരീരത്തിന് ആവശ്യമുള്ള മുഴുവൻ ന്യൂട്രീഷനും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ അൾട്രാബെറി എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഉണ്ട്. ഇതിന് ബെറീസ് എക്സ്ട്രാക്റ്റുകളാണ് ഇതിനകത്തുള്ളത്. കൊളസ്ട്രോൾ ലെവൽ നോർമലാക്കാൻ, അതുപോലെ തൈറോയിഡ് നോർമലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മെന്റൽ ഫോക്കസിന് വേണ്ടിയിട്ട്, ഡെന്റൽ കെയറിന് വേണ്ടിയിട്ട്, എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇഞ്ചുറി റിക്കവറിക്ക് വേണ്ടിയിട്ട്, സ്കിൻ ഡിസീസുകൾ ഇല്ലാതാക്കാൻ, അസിഡിറ്റി പ്രോബ്ലം ഇല്ലാതാക്കാൻ, ഡൈജഷൻ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടി, കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ കൂടുതൽ മെച്ചപ്പെടുത്താനൊക്കെ തന്നെ അൾട്രാബെറി ജ്യൂസ് ഉപയോഗപ്രദമാണ്. ഇതിനകത്ത് ബ്ലൂബെറി, അതുപോലെ പിന്നെ എൽഡർബെറി, ബ്ലാക്ക്ബെറി, സിബത്തോൺ, ബ്ലാക്ക് കറന്റ്, അതുപോലെ മുരിങ്ങോ ലീഫ്, കിവി ഫ്രൂട്ട്, അതുപോലെ പിന്നെ ഗ്രീൻ ആപ്പിൾ, മാംഗോസ്റ്റിൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അശ്വഗന്ധം, മക്ക റൂട്ട്, സഫേദ് മുസ്ലി, അതുപോലെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ക്രാൻബെറി, അലോവേര, വീറ്റ് ഗ്രാസ്, നോനി, അതുപോലെ പിന്നെ ഗ്രീൻ ടീ, കറുവപ്പട്ട, ഇത്രയും ഇൻഗ്രീഡിയന്റുകൾ ഉള്ള അമൂല്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് മുഴുവൻ പോഷകങ്ങളും ഇപ്പോൾ ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും കൊടുക്കാൻ സഹായകമാകുന്ന ഒന്നാണ് അൾട്രാബെറി ജ്യൂസ്. അപ്പോ ഒരു സമ്പൂർണമായ ആരോഗ്യ പരിരക്ഷയാണ് ഈ ബയോട്ടോറിയം നമുക്ക് തരുന്നത്. ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ ഹെവി റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു 3 ലിറ്ററോളം വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കുക. ബയോമാഗ്നറ്റിന്റെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ pH-ലുള്ള 8-9 pH-ലുള്ള ആൽക്കലൈൻ വാട്ടർ കുടിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തെ ആൽക്കലൈനായിട്ട് നിലനിർത്തുക. ഇങ്ങനെ സമ്പൂർണമായ ആരോഗ്യ പരിരക്ഷ നമുക്ക് ഈ ബയോട്ടോറിയം വാഗ്ദാനം ചെയ്യുന്നു. ലക്ഷോപലക്ഷം ആളുകൾ അത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിക്ക് ആയിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് എല്ലാവർക്കും ഇതിലൂടെ ആരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒറ്റവാക്കിൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ബയോട്ടോറിയം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഉപയോഗിക്കുന്നു. എനിക്കൊരു 2-3 ടൈപ്പ് റിസൾട്ട് ഉണ്ട്. യെസ്. 2 മുട്ടുകൈയും വർഷങ്ങളോളം വേദന സഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ടേബിളിന്റെ പുറത്ത് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി ടേബിളിന്റെ പുറത്ത് കൈ 2 നിവർത്തി വെക്കാൻ പറ്റാതെ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായി. ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ ഏറെക്കുറെ ഒരു 18-20 വർഷത്തിനുള്ളിൽ. എന്നെ എന്റെ കൈയുടെ വേദന വീട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല. കാര്യം കൈക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, നീരോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കൈ 2 മുട്ടും നിവർത്ത് മേശപ്പുറത്തോ ടേബിളിനോ ഒരിടത്തും വെക്കാൻ പറ്റില്ല. ഇത്തിരി ഹെവി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് മാറി. പിന്നെ
ഒരു ഇടതുകാരിലെ ചെറുവരല് ഡ്രില്ലിംഗ് മെഷീനൊക്കെ പോയിട്ട് അസ്ഥി പൊട്ടിപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഓഫീസ് പറഞ്ഞത് കട്ട് ചെയ്ത് കളയാൻ മാർഗമുള്ളൂ, വേറെ മാർഗമില്ലെന്ന് തൊട്ട് അത് പോലും കട്ട് ചെയ്യാൻ സമ്മതിക്കാണ്ട് അവിടുന്ന് ഡ്രസ് ചെയ്ത് പോന്ന്. ഇപ്പൊ അതിന്റെ മരവിപ്പും മറ്റു കാര്യങ്ങളെല്ലാം മാറി നല്ലൊരു റിസൾട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ വേറെയും ചില പ്രശ്നങ്ങൾ, പെടയുടെ നീര് മറ്റു കാര്യങ്ങൾ അതെല്ലാം മാറി നല്ല ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ കാര്യത്തിലുണ്ട്. ഞാനിപ്പോ ഒരു 3-4 ആവർത്തി നമ്മളുടെ സൂം മീറ്റിംഗിൽ ഇത് അറിയിച്ചു കഴിഞ്ഞു. അത്രയധികം നല്ലൊരു ശരിക്കും ദൈവം മനുഷ്യന് വേണ്ടി അല്ലെ പ്രകൃതി മനുഷ്യന് വേണ്ടി കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റാണ്. അത് സാഗർ ജോഷി സമൂഹത്തിൽ എത്തിയതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതിൽ ബിസിനസ് പരമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും വളരെ വളരെയധികം സന്തോഷമുള്ള വ്യക്തിയാണ്. കുഞ്ഞുകാലം മുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് പറയത്തക്ക വലിയ ദോഷങ്ങളൊന്നുമില്ല. ഇപ്പോഴും പണ്ട് ശീലിച്ചു പോകുന്ന അതേ മെത്തേഡിൽ അതേ ഹാർഡ് വർക്ക് ഇന്നും ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ഒരു 50-60 അടിയൊക്കെ ഹൈറ്റിൽ കയറാൻ ഇപ്പോഴും ഒരു വിഷമമില്ല. ചെറുപ്പകാലം മുതലേ കയറ്റമാണ് എന്റെ തൊഴിൽ. എന്ന് വെച്ചാൽ തെങ്ങ് കയറ്റോ മരം കയറ്റോ ഒന്നും അല്ല, അഡ്വർടൈസിംഗ് രംഗത്ത് എന്റെ വർക്ക്, കോഡിങ്ങിന്റെ വർക്കാണ് എനിക്ക്. ഒരു 50 അടി 60 അടിയൊക്കെ ഇപ്പോഴും എനിക്ക് വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും സാറേ. ആ കൊറോണ ടൈമിന് 2 ഇഞ്ചക്ഷൻ എടുത്തതിന്റെ പേരിൽ കുറച്ച് കഥപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഫുള്ളായിട്ട് മാറി കിട്ടി സാറേ. ഇപ്പോഴും ഒരു 50 അടി കയറി ഈ ഈസി ആയിട്ട് പറ്റും. എന്റെ കൂട്ടത്തിൽ എനിക്ക് മുമ്പുണ്ടായിരുന്നവരും എനിക്ക് ശേഷം പണിക്ക് വന്നവരും ചോദിക്കുന്നു, നീ ഈ പ്രായത്തിലും എങ്ങനെ അത്രയും ഹൈറ്റിൽ കയറുന്നു എന്നാ ചോദിക്കുന്നു. നേരെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കും. എനിക്ക് മുമ്പുണ്ടായിരുന്നവരും എനിക്ക് ശേഷം വന്നവരും ഈ ഫീൽഡിൽ കയറാൻ പറ്റാണ്ട് താഴെ നിൽക്കുക എന്റെ ഒപ്പം പണിക്ക് വന്നിട്ട്. ഞാൻ ഇന്നും 50 അടി പൊക്കത്തി കയറി വന്നിട്ടാണ് ഇപ്പൊ ഇന്ന് ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണേ. അത്രയധികം നല്ല പ്രവർത്തനം സാറേ. ഇത് ലൈഫ് ടൈം ഈ ഫോൺ പ്രവർത്തനം കാലം നിലനിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എന്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം, കിട്ടേണ്ട ഒരു കാര്യം കൂടിയാണ്. ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുള്ളത് വേറെ. അത് ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരു സമൂഹത്തിൽ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ ഉപയോഗിച്ചവര് പോലും മടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിന്റെ റിസൾട്ട് കിട്ടിയവൻ ബോധ്യപ്പെടും. അത് മറ്റുള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി പാടുണ്ട്. ഇതിന്റെ രാധാകൃഷ്ണൻ സാറേ പറഞ്ഞോളൂ സാറേ. ഇന്നത്തെ പ്രസന്റേഷന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് കാണിക്കുന്ന, പക്ഷെ ഫോണിൽ കാണുന്നില്ല, അതാണ് പ്രശ്നം. നമുക്കത് ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾ റെക്കോർഡ് ശരി, സുധീർ സാറെ ചെയ്തു തരും. ഓക്കെ. ഞാൻ സുധീർ സാറിനൊന്ന് വിളിക്കാം, ഈ കാര്യത്തിൽ നിന്ന് വിളിക്കാമെന്ന് കരുതിയതിന്റെ സമയം കിട്ടാനിട്ടാണ്. ശരി ഞാൻ റെക്കോർഡിംഗ് എനിക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. ഓക്കെ തീർച്ചയായിട്ടും. ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുറെ പോകുന്നത് എന്തോരം കാശ, എത്ര ദിവസങ്ങൾ അതിനു വേണ്ടി കളയുന്നു, എത്ര പേര് ആയുസ് പോയി. അവരെ തള്ളിപ്പറയല്ല, എങ്കിൽ പോലും സാധാരണക്കാരന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം കിട്ടിയിട്ട് അത് മനസ്സിലായെങ്കിൽ ഇനി വേറെ എന്ത് മനസ്സിലാവും സാറേ? അതെ. ഓക്കെ, ഇത്രയും വില കുറഞ്ഞൊരു ചികിത്സാരീതി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറാക്കാവുന്നതിന്റെ ഒരു ശുഷ്ക ചിന്താഗതി ആവേകുമ്പോ ഒരുപാട് വിഷമമുണ്ട്. അതൊക്കെ മാറി വരും. സിമ്പിൾ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവന്റെ ഗതികേട് ചെറുതല്ല സാറേ. എല്ലാവരും ഇംഗ്ലീഷ് മെഡിസിന്റെ പുറകെ പോകണ അവന്റെ തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പോലെ പോണത്. അവന്റെ അച്ഛനമ്മയും കൂടി കണ്ടുപിടിച്ച ഒരു തൊഴിൽ മേഖല പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിന്റെ പോലെ ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കരമായ വിശ്വാസമാണ് ഇംഗ്ലീഷ് മെഡിസിന്റെ പോലെ. ഞാൻ ഇംഗ്ലീഷ് മെഡിസിന് എതിരൊന്നുമല്ല, അത് മാത്രമല്ല അതുകൂടി ഒന്നും നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കി. നാട്ടുകാർ സംസാരിക്കാനല്ലേ? സാറേ തീർച്ചയായിട്ടും സുധീർ സാറ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് സാറിന് ഗ്രൂപ്പിലേക്ക് അയക്കുന്നതായിരിക്കും. അല്ലെ പേഴ്സണലായിട്ട് വേണമെങ്കിൽ സാറിന് വിളിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അയച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മള് നെഗറ്റീവ് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഉപയോഗിച്ച ആൾക്കാർ പോലും നെഗറ്റീവ് പറയുന്ന ഒരു കാലഘട്ടമാണ്. അത് ശരിയാണ് സാർ പറഞ്ഞത്. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ അടുത്ത നമുക്ക് പ്രകാശ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. പ്രകാശ് സാർ.
ഹാൻഡ് റൈസ് ചെയ്ത പ്രകാശ് സാർ ഒന്ന് അങ്ങോട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ ഹലോ സാറേ പറഞ്ഞോളൂ. ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു. അതായത് ഗൾഫില് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു. 25 കൊല്ലത്തോളായിട്ട് അയാൾക്ക് ഷുഗർ പേഷ്യന്റ് ആണ്. കാലിന് മുട്ടിന് താഴെ എന്ന് പറഞ്ഞാല് ഇല്ല, കൈ ഒന്ന് തൊട്ടാന്ന് അറിയില്ല. ഒരു പൊക്കുള പോലെ വന്നിട്ട് വലിയൊരു മുഴം വന്നു. കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിൽ പോയി ഭട്ട് എന്ന് പറഞ്ഞ ഡോക്ടറായിട്ടുണ്ട്. അവർ ഓപ്പറേഷൻ ചെയ്തു. അത് തുരന്നെടുത്തിട്ട് അതില് കൂടുതൽ പറഞ്ഞില്ല. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് കണ്ടിരുന്നു പേഷ്യന്റ്. അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട്, ചിലവര് വേണ്ട. അതെ ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോളൂ, പ്രശ്നമില്ല. നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു സാറ് ചെറുങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അന്നേരമാണ് ഇവർ പറഞ്ഞത് ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് സാറെ ബയോട്ടോൾ എന്ന് പറഞ്ഞ്, ഇത് കണ്ടിന്യൂ ചെയ്തോളൂ നല്ലതാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ പറയാൻ വെച്ചത്. നന്നായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ ഇനി ആ ഒരു റിസൾട്ട് ടെസ്റ്റ് മണിന്റെ ആരും ഇല്ലാന്ന് തോന്നിയത്. ഓക്കെ, നമുക്ക്